പേഴ്സൻറ്റേജിലെ ഇലക്ഷൻ ബേസ്ഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ഷൻ ബേസ്ഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാംസിന് ഇടയ്ക്കിടെ ചോദിക്കുന്ന ചോദ്യമാണ്. ടോട്ടൽ വോട്ട്സ് എന്ന് പറയുമ്പം ടോട്ടൽ വോട്ട്സിൽ നമുക്ക് പോൾഡ് വോട്ട്സും ഉണ്ടാവും, നോട്ട് പോൾഡ് വോട്ട്സും ഉണ്ടാവും. ടോട്ടൽ വോട്ട്സിൽ പോൾഡ് വോട്ടും ഉണ്ട്, നോട്ട് പോൾഡ് വോട്ട്സും ഉണ്ട്. ഈ പോൾഡ് വോട്ടിലോ, ഈ പോൾഡിൽ നമുക്ക് എന്തൊക്കെയുണ്ടാവും? വാലിഡ് വോട്ടും ഉണ്ടാവും, നോട്ട് വാലിഡ് വോട്ടും ഉണ്ടാവും. ആൻഡ് ഈ വാലിഡ് വോട്ട് മാത്രമേ നമ്മൾ വിന്നറിനെയും ലൂസറിനെയും പറയാൻ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. നോട്ട് വാലിഡ് വോട്ടും അസാധുവാണ്. നോട്ട് പോൾഡും എന്താണ്, ആകെ ഉണ്ടായിരുന്ന വോട്ടേഴ്സിൽ ചെയ്യാത്തവർ, അതും നമ്മൾ എന്ത് ചെയ്യില്ല, വോട്ടിൻ്റെ ഫൈനൽ റിസൾട്ടിന് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ആൻഡ് വാലിഡ് വോട്ടിലാണ് എന്തുണ്ടാവുക? വാലിഡ് വോട്ടിൽ എന്തുണ്ടാവും? വിന്നറും ആൻഡ് ലൂസറിനെ നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക വാലിഡ് വോട്ടുകളെ വെച്ചിട്ടാണ്. അതിൽ വിന്നർക്കായിരിക്കും എന്ത് പേഴ്സൻറ്റേജ് കൂടുതൽ, റൈറ്റ്? സോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാം. ആദ്യത്തെ ഒരു ബേസ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഇൻ ആൻ ഇലക്ഷൻ ദർ വർ 2 candidates, 2 candidates ഉണ്ട്. എ കാൻഡിഡേറ്റ് ഗോട്ട് 38% ഓഫ് ദ വോട്ട്, അല്ലേ? ആദ്യത്തെ ആൾക്ക് എ ആണെങ്കിൽ 38% എന്ത് കിട്ടി? വോട്ട് കിട്ടി. ആൻഡ് ലോസ്റ്റ് ബൈ 7200 നമ്പർ ഓഫ് വോട്ട്, 7200 വോട്ടിന് തോറ്റു. നമുക്കറിയാം പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണല്ലേ. സോ എക്ക് 38% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അസാധു വോട്ടോ ഇൻവാലിഡ് വോട്ടോ നോൺ പോൾഡ് വോട്ടോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും ബാക്കിയുള്ള വോട്ടൊക്കെ കിട്ടിയത് ആർക്കാണ്? ബിക്കാണ്. ടോട്ടൽ 100 ആണ്. 100ൽ നിന്ന് 38 കുറച്ച് എത്ര കിട്ടും? 62% വോട്ടാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ബിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ആൻഡ് ലോസ്റ്റ് ബൈ 7200. ആര്? എ കാൻഡിഡേറ്റ് 38% വോട്ട് കിട്ടിയിട്ട് 7200 വോട്ടിന് തോറ്റു. അപ്പം പറയാലോ, ഈ 7200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചാളുടെ മെജോറിറ്റി അല്ലേ? ഈ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എടുക്കും? ഈ 38ൻ്റെയും 62ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 24. ഈ 24% ആര്? ഈ 7200 എന്ന് പറയുന്നത്. സോ 1 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ, 1% കണ്ടുപിടിച്ചൂടെ? 7200 ഡിവൈഡഡ് ബൈ 24. എന്നിട്ട് നമ്മളോട് ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് വേറെന്നല്ലേ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ ഇൻവാലിഡോ അല്ലെങ്കിൽ നോൺ പോൾഡോ ഒന്നുമില്ല. സോ എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100 കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? 24 72 നമ്മളെ റിലേഷൻ എന്താ? 3 times ആണ് 24 × 72 എന്ന് പറയുന്നത്, അല്ലേ? 24 × 1 24, 48 72, 3 times. സോ 300 × 100, 3യും 2 0 വേറെ 2 0 ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? ടോട്ടൽ എത്ര വരും? 30,000 എന്ന് എനിക്ക് കിട്ടും, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പൗസ് ആക്കിയിട്ട് സ്വയം സോൾവ് ചെയ്യാൻ നോക്കാം. ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ഇൻ ആൻ ഇലക്ഷൻ 3 candidates, ഇവിടെ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട്? 3 candidates ഉണ്ട്, അല്ലേ? സോ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100%, റൈറ്റ്? പിന്നെ എന്താ പറയുന്നത്? ദ ഫസ്റ്റ് കാൻഡിഡേറ്റ്സ് ഗോട്ട് 40% ഓഫ് ദ വോട്ട്, അല്ലേ? 40% വോട്ട് ആർക്ക് കിട്ടി? ആദ്യത്തെ ആൾക്ക് കിട്ടി. സെക്കൻഡ് ഗോട്ട് 36% ഓഫ് വോട്ട്, രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടി? 36% വോട്ട്. ഇവിടെ 3 ആളില്ലേ? മൂന്നാമന് എത്ര കിട്ടിയിട്ടുണ്ടാവും? ബാക്കിയുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടാവും. 40 + 36 എത്രയാണ്? 76. ടോട്ടൽ 100. 100 - 76 എത്ര കിട്ടും? എത്രയാണ്? കുറച്ച് കഴിഞ്ഞാൽ 24% വോട്ട്, അല്ലേ? ആർക്ക് കിട്ടി? മൂന്നാമന് കിട്ടി. ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് വേർ 36,000. ഈ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%, അല്ലേ? 100% എന്ന് 3600 ആണെങ്കിൽ 1 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? 3600 ഡിവൈഡഡ് ബൈ, അല്ല 36,000 ഡിവൈഡഡ് ബൈ 100. ക്ലിയർ? എന്നിട്ട് ചോദ്യം ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് ഗോട്ട് ദ തേർഡ് കാൻഡിഡേറ്റ്. മൂന്നാമത്തെ ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള ചോദ്യം. മൂന്നാമത്തെ ആളുടെ ശതമാനം എത്രയാണ്? 24%. സോ 24 എത്ര എന്നല്ല ചോദ്യം. 24/100 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? 24/100 എന്ന് പറഞ്ഞാൽ 24% ആണ്. 36,000ൻ്റെ 24% കണ്ടുപിടിച്ചാൽ പോരെ? ഈസി. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 36,000ൻ്റെ 10% എത്രയാണ്? 3600. 10% 3600 ആണെങ്കിൽ 20% ഒരു 3600 കൂടെ, അല്ലേ? സോ എനിക്ക് എത്ര കിട്ടി? 7200 എന്ന് പറയുന്നത് എന്താണ്? 20%. കണ്ടുപിടിക്കേണ്ട 24 അല്ലേ? 10% 3600, 1% 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക 360.
1% 360 ആണെങ്കിൽ 2% 360ൻ്റെ ഇരട്ടി എത്രയാണ്? 720. 720 ആണ് 2%. കണ്ടുപിടിക്കേണ്ടത് 4%ആണ്. 2%ൻ്റെ ഇരട്ടിയാണ് ആര്? 4%. സോ 720ൻ്റെ ഇരട്ടി എത്രയാണ്? 700ൻ്റെ ഇരട്ടി 1400ഉം 20ൻ്റെ ഇരട്ടി 40ഉം 1440 ആണ് എന്ത് 4% എന്ന് പറയുന്നത്. 1440 ആഡ് ചെയ്താൽ പോരെ? 0468 8640 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ ഏതാണ്? 2. സോ നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ, പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ആക്കുമ്പോൾ. നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്താണ്? ഈസി പ്രോബ്ലം ആണ്. 8% ഓഫ് ദ വോട്ടേഴ്സ് ഇൻ ഇലക്ഷൻ ഡിഡ് നോട്ട് കാസ്റ്റ് ദ വോട്ട്. 8% ആളുകൾ എന്ത് ചെയ്തില്ല? വോട്ട് കാസ്റ്റ് ചെയ്തിട്ടില്ല. ഡിഡിൻ കാസ്റ്റ്. അപ്പം കാസ്റ്റ് ചെയ്തവർ എത്രയായിരിക്കും? എത്രയാണ്? 100ൽ നിന്നും 8% കുറച്ചാൽ ബാക്കിയുള്ള 92% അല്ലേ ആര് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ടോട്ടൽ 100% ആണ്. 100% 92 കാസ്റ്റ് ചെയ്തിട്ടില്ല. 8% എന്തായിട്ട് പോയി? ഡിഡിൻ കാസ്റ്റ്. ബാക്കി കാസ്റ്റ് ചെയ്തത് 92% ആണ്. എന്നിട്ട് പറയുന്നു ദ വിന്നർ ഒബ്റ്റെയിനിങ് 48% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. ടോട്ടൽ വോട്ട്സ് 100ൻ്റെ ടോട്ടൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%. അതിൽ 48% ആർക്ക് കിട്ടി? വിന്നർക്ക് കിട്ടി അല്ലേ? വിന്നർക്ക് കിട്ടി. 8% എന്തായിട്ട് പോയി? 8% ഇൻവാലിഡ് ആയിട്ട് പോയി. 8% ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പോൾ ഈ ലൂസർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ബാക്കിയുള്ളതല്ലേ ലൂസർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 48 8 56. ടോട്ടൽ 100. 100 - 56 എത്ര ശതമാനമായിരിക്കും? 44% ആയിരിക്കും. സോ ടോട്ടൽ ആഡ് ചെയ്ത് നമുക്ക് 100% കിട്ടുമല്ലോ അല്ലേ? സോ എന്നിട്ട് പറയുന്നത് എന്താണ്? ഡിഫീറ്റഡ് ഹിസ് കണ്ടസ്റ്റൻറ്റ് ബൈ 1100 വോട്ട്സ്. 1100 വോട്ടിന് തോൽപ്പിച്ചു. ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ഇലക്ഷൻ വാസ് എന്നുള്ളതല്ലേ ചോദ്യം. 100% എത്ര എന്നുള്ളതാണ് ചോദ്യം. 1100 വോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫീറ്റഡ് ഹിറ്റ് കണ്ടസ്റ്റൻ്റ് അല്ലേ? അതായത് ഇവന് 48% കിട്ടി, ലൂസർക്ക് 44% കിട്ടി. സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4%. ഈ 4% വോട്ടിനല്ലേ ഇവൻ തോൽപ്പിച്ചത്. സോ 1100 എന്ന് പറയുന്നത് 4% ആണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കും? 1100 ഡിവൈഡഡ് ബൈ 4. ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് അല്ലേ ഇൻറ്റു 100 എത്ര വരും? ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പം ഈസിയാണ്. നമുക്ക് പകുതിയുടെ പകുതി കണ്ടാൽ മതി. 1100ൻ്റെ പകുതി 500 എത്രയാണ്? 550. 550ൻ്റെ പകുതി 500ൻ്റെ പകുതി 250ഉം 50ൻ്റെ പകുതി 25ഉം ടോട്ടൽ 275ഉം 2 0യും അല്ലെ? 100ൻ്റെ 2 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി ഓപ്ഷൻ നമ്പർ 4. നെക്സ്റ്റ് വൺ ഇറ്റ്സ് ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചെയ്ത് നോക്കുക. ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതും ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ഷൻ ബിറ്റ്വീൻ 2 കാൻഡിഡേറ്റ്സ് 60% ആണ്. അപ്പം മറ്റേ ആൾക്ക് എന്തായിരിക്കും? 40%. സോ മെജോറിറ്റി 1400 വോട്ടാണെങ്കിൽ 1% കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോട്ട് ബൈ വിന്നിംഗ് കാൻഡിഡേറ്റ്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.